ഇന്നലെ മിനിയാന്ന് നമ്മളെ ചെന്നൈയിൽ ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഫാമിലി ഉണ്ട്. അവരെ വാപ്പി ഉമ്മയും മക്കളൊക്കെ ആൺകുട്ടികൾ, 4 ആൺകുട്ടികളുണ്ട്. ആൺകുട്ടികൾ അവരെ ഭാര്യമാരൊക്കെ വരും ഖുർആൻ ക്ലാസ്സിൽ. അവർ ഒരു ദിവസം 4 ക്ലാസ് നടക്കേണ്ട അവിടെ. ആ 4 ക്ലാസ്സിൽ 3 ക്ലാസ്സിൽ അവർ പങ്കെടുക്കും. 3 ക്ലാസ്സിൽ എല്ലാവരും ഇല്ലെങ്കിലും മക്കളൊക്കെ അവരെ മക്കളിൽ പലരൊക്കെ 3 ക്ലാസ്സിൽ വരുന്ന ആൾക്കാരാണ്. മിനിയാന്ന് ചെന്നൈയിൽ നിന്ന് അവരെ വീട് പണി നടക്കേണ്ട അവിടെ. അപ്പം ട്രെയിനിൽ മദ്രാസ് മെയിൽ അവർ നാട്ടിലേക്ക് വരിക. അപ്പം നാട്ടിലേക്ക് വരുമ്പം അവരെ കയ്യിൽ കുറച്ച് സ്വർണ്ണവും കുറച്ച് പൈസയൊക്കെ ഉണ്ട്. ഒരു വലിയ സംഖ്യ ഉണ്ട്. സ്വർണ്ണം 50 പവൻ്റെ സ്വർണ്ണമുണ്ട്. അവരത് പെട്ടിയിൽ, അവരെ സാധാരണ പെട്ടിയിൽ 10-30 കൊല്ലമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അവർ വന്ന് നാട്ടിലെത്തി, കോഴിക്കോട് ജില്ലയിൽ വടകര ഭാഗത്ത് അവരെ വീട്ടിലെത്തി നോക്കുമ്പം സ്വർണ്ണം കാണാനില്ല. 50 പവൻ സ്വർണ്ണം. അപ്പോൾ അതിൻ്റെ പെട്ടിൻ്റെ നമ്പർ ലോക്ക് പൊട്ടിച്ചിട്ടുണ്ട്. പൈസ അവിടെ തന്നെ ഉണ്ട്. എന്നെ പരാതി കൊടുത്തപ്പോൾ പറഞ്ഞത് ഈ മറ്റേ ലോഹം ഉണ്ടെങ്കിൽ അറിയണ സാധനം ഉണ്ടല്ലോ, അത് നോക്കിയിട്ടാണ് ഇത്ര കള്ളന്മാർ ട്രെയിനിലൊക്കെ ഇതാക്കുന്നത്. അപ്പം എല്ലാ പെട്ടിയും തുറക്കാൻ കഴിയില്ല. അപ്പോൾ ഈ സാധനം ഇട്ട് ഇങ്ങനെ പോയാൽ എവിടെയെങ്കിലും ലോഹം ഉണ്ടെങ്കിൽ കീക്കി പറയും. അവർ ആ പെട്ടി മാത്രം നോക്കിയാൽ മതി. അങ്ങനെ എടുത്തായിരിക്കുന്നത്. 50 പവൻ, 10 വില അനുസരിച്ച് ആലോചിച്ച് നോക്കണം. 50 പവൻ സ്വർണ്ണം പോയി. ഇത് സ്റ്റേഷൻ തന്നെ അറിയുകയാണെങ്കിൽ പിന്നെയും പറ്റി. ഇത് ഒരു പെരിയിൽ എത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പെട്ടിന്നത് പോയ വിവരം അറിയണത്. ഇങ്ങനെ ഇന്നലെ അപ്പോൾ അതിനെ എന്നെ വിളിച്ചു, വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ വലിയൊരു വിഷമത്തിലാണ്, ഭയങ്കര ഒരു പ്രയാസത്തിലാണ്. ഇത്രയും വലിയൊരു സംഖ്യയല്ലേ പോയത്. ഏകദേശം 50 ലക്ഷത്തോളം റുപ്യ ആഭരണങ്ങൾ ഉണ്ടാവും. അപ്പം വളരെ വിഷമത്തിലാണ്, ഭയങ്കര വിഷമത്തിൽ സങ്കടത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, പിന്നെ ഒരുപാട് നന്മകൾ ചെയ്യുന്നൊരു കുടുംബമാണ് നിങ്ങളെ കുടുംബമായിട്ട് ഖുർആൻ ക്ലാസ്സിൽ വരാനാണ് ഏറ്റവും വലിയ നന്മ. അതുകൂടാതെ ഒരുപാട് പാവങ്ങളെയൊക്കെ സഹായിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് ആ കുടുംബം. അതിന് നല്ലൊരു ഉദാര മനസ്സുള്ള കുടുംബം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്ന കുടുംബം. ആ നന്മകൾ തവസ്സുലാക്കിയിട്ട് ആ നന്മകൾ എടുത്തു പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും വിഷമിക്കണ്ട. എന്തെങ്കിലും ഒരു മാർഗ്ഗം പഠിച്ചോ കാണിച്ചിടാതിരിക്കൂല നിങ്ങൾ ചെയ്യുന്ന. കാരണം ഇവർ പല CCTV അവിടെ ഇവിടെയൊക്കെ നോക്കി ഇവർ രക്ഷയില്ല എന്ന് പറഞ്ഞ് മൂപ്പര് അന്ന് രാവിലെ സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്ന് ഫുൾ ഇന്നലെ രാത്രി വരെ ഒരു സമയം വരെ അതിൻ്റെ പിന്നാലെ തന്നെയാണ്. പക്ഷേ ഒരു രക്ഷയില്ല. ഒരു CCTV എവിടെയും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് 100% പോയി എന്ന് ഉറപ്പിച്ചാൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിരാശപ്പെടാം, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, പിന്നോട് പ്രാർത്ഥിച്ചോളി, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പുലർച്ചെ രാവിലെ 3 മണിക്ക് ഞാൻ എഴുന്നേറ്റപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ വല്ലതും ശല്യപ്പെടുത്തേണ്ട വിചാരിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞ് സാധനം കിട്ടിയിട്ടുണ്ട്. കാസർഗോഡ് സ്റ്റേഷനിൽ വെച്ചിട്ട്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് സാധനം പിടിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സാധനം അവിടെ സുരക്ഷിതമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അൽഹംദുലില്ലാ. ആ സ്റ്റേഷനിൽ പിടിച്ചതാണ്. ഇവർ CCTV നോക്കിയിട്ട് തന്നെ കള്ളന്മാരെ നോക്കിയിട്ട് സംശയിച്ച് സാധനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, സങ്കീർണതകളിൽ, പ്രയാസങ്ങളിൽ ഇതൊന്നാണെങ്കിൽ വേറെ ഒന്നിൽ ഖുർആനിൻ്റെ കൂടെ നമ്മളുണ്ടെങ്കിൽ നമ്മൾ അള്ളാൻ്റെ കൂടെയാണ്. ഖുർആൻ അള്ളാൻ്റെ കലാമ. ജീവിതത്തിൽ നമുക്ക് ഖുർആനെ കൈവിടാതെ നമ്മൾ ജീവിച്ചാൽ അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകും, ആഫിയത്ത് നൽകും, ആരോഗ്യം നൽകും. അള്ളാഹു തആല നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ, നമുക്ക് പ്രതിസന്ധികൾ നമുക്ക് രക്ഷ നൽകും.